കേരളത്തിൽ ബിടെക് കോഴ്സുകൾക്കോ ബിഫാം കോഴ്സുകൾക്കോ അഡ്മിഷൻ ലഭിക്കാൻ കീം ത്രൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫൈൽ വെരിഫിക്കേഷനുള്ള ടൈം എത്തിയിരിക്കുന്നു. കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യണം. എന്താണ് നാം അതിനായിട്ട് ചെയ്യേണ്ടത്? എല്ലാ വിദ്യാർത്ഥികളും ആദ്യം തന്നെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആവുക. അവരുടെ യൂസർ നെയിം പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാൻ, വെരിഫൈ ചെയ്യാൻ എൻട്രൻസ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കാൻഡിഡേറ്റിന്റെ നെയിമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. തേർഡ് വൺ, നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന സിഗ്നേച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഫോർത്ത് വൺ, 10th മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഈ 4 കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് 4 കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളാണ്. 1, ബിടെക്കിന് അഡ്മിഷൻ ഉള്ളവര്. 2, ബിഫാം കോഴ്സിന് അഡ്മിഷൻ വേണ്ടവര്. 3ഉം 4ഉം എന്ന് പറയുന്നത് മെഡിക്കൽ സെക്ടറിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടും നാറ്റ കോഴ്സിന്, ആർക്കിടെക്ട് കോഴ്സിന് അഡ്മിഷൻ വേണ്ടവരും. ഈ 2 കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിടെക് കോഴ്സുകൾക്കും ബിഫാം കോഴ്സുകൾക്കും ഇതിന് രണ്ടിനും എൻട്രൻസ് എക്സാം ഉണ്ട്. മറ്റ് 2 കോഴ്സുകൾക്കും ഈ എൻട്രൻസ് എക്സാം വഴിയല്ല, സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം എഴുതി കീം ത്രൂ ആണ് അഡ്മിഷൻ കിട്ടുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉള്ള 2 കാറ്റഗറികൾ, ബിടെക്കിനും ബിഫാമിനും. ഈ 2 കാറ്റഗറിയിലേക്ക്, 2 കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാം വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? 2 രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നമ്മൾ എൻ്റർ ആയി കഴിയുമ്പോൾ ഈ 4 കാര്യങ്ങൾ കുട്ടികൾ ചെക്ക് ചെയ്യുക. ഇതല്ലാതെ വേറെ പല മിസ്റ്റേക്കുകൾ ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാവാം. കാറ്റഗറി അപ്ലോഡ് ചെയ്ത കാര്യത്തിൽ, റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ, അഡ്രസ്സുകൾ എൻട്രി ചെയ്ത കാര്യത്തിൽ, ഇതിലൊന്നും ഇപ്പൊ കറക്ഷൻ അനുവദിക്കത്തില്ല. അതിന് പിന്നീട് ഒരു അവസരം തരും. ഇപ്പൊ 4 കാര്യങ്ങൾ മാത്രം. ഈ 4 കാര്യങ്ങളിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ 2 രീതിയിൽ കറക്റ്റ് ചെയ്യാം. 1, നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു മെമ്മോ എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ മെമ്മോയ്ക്ക് റിപ്ലൈ ആയി നമ്മുടെ കറക്റ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാർച്ച് 21 വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നാം പ്രൊഫൈൽ വെരിഫൈ ചെയ്തു, ഒരു മെമ്മോയും നമുക്ക് വന്നിട്ടില്ല, പക്ഷേ ഈ 4 കാര്യങ്ങളിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് ഒരു മെയിൽ അയക്കാം. ഏത് മെയിൽ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്? seekinfa.c@kerala.gov.in എന്ന മെയിൽ അഡ്രസ്സിലേക്ക് നാം മെയിൽ അയക്കണം. സബ്ജക്റ്റായി നാം എൻട്രി ചെയ്യേണ്ടത് പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് എൻട്രി ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്താണോ ഡിഫക്റ്റ് ഉള്ളത് അത് കറക്റ്റ് ചെയ്യേണ്ട മാറ്ററുകൾ മെയിൽ ചെയ്യുക. ഇതും അയക്കേണ്ടത് എന്നാണ്? മാർച്ച് 21 മുമ്പായിട്ട് അയക്കണം. ഈ നോട്ടിഫിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണുകയും ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാർച്ച് 21 മുമ്പായി ഈ ബിടെക് കോഴ്സുകൾക്കോ ബിഫാം കോഴ്സിനോ ഒരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ എല്ലാവരും ഈ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം ഈ എക്സാമിനേഷൻ എന്നാണ് നടക്കുന്നത്? ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഏപ്രിൽ 17 മുതലാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ +2 ഈ വർഷം 2026 എഴുതി കഴിഞ്ഞവർക്കും മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ എക്സാമിനേഷൻ എഴുതാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി പഠിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റാണ് ബിടെക്കിനായി നാം എക്സാം എഴുതുന്നത്. ഫാർമസി കോഴ്സുകൾക്കോ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം. ഇതെല്ലാം 11th 12th NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം. നമുക്ക് ഇതിലൂടെ അഡ്മിഷൻ കിട്ടുന്നത് നമുക്കറിയാം. ഗവൺമെന്റ് സെക്ടറിലെ മുഴുവൻ കോളേജുകളിലും ഇതിനോടൊപ്പം ഗവൺമെന്റ് എയ്ഡഡ് ആവട്ടെ, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാവട്ടെ, ഇതെല്ലാം അഡ്മിഷൻ കിട്ടാൻ നാം കീം എക്സാമിനേഷന്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടുക. ഈ റാങ്ക് മാത്രമാണോ കൺസിഡർ ചെയ്യുന്നത്? അല്ല. ഈ എൻട്രൻസ് എക്സാമിനേഷൻ
എക്സാമിനേഷന്റെ സ്കോറും അതിനോടൊപ്പം +2 മാർക്കും 1:1 എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിനേഷന്റെ മാർക്കും +2 മാർക്കും ടീം എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിക്കുക, നന്നായി മോഡൽ എക്സാമിനേഷൻ എഴുതുക, നല്ല വിജയത്തിലെത്താൻ ശ്രമിക്കുക. ഈ സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പഠിക്കുന്ന കാര്യത്തിൽ ക്രാഷ് കോഴ്സിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതിനൊക്കെ ശേഷമുള്ള ഓൺലൈൻ കൗൺസിലിംഗ് പ്രൊസീജിയർ നടക്കുന്ന സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളോടൊപ്പം ആൽഫയിലെ എക്സ്പേർട്ട് ടീം കൂടെയുണ്ട്. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. All the best.